എല്ലാവർക്കും നമസ്കാരം. നല്ല തണുത്ത ഒരു പ്രഭാതമാണ്, ചിങ്ങമാസ പുലരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിങ്ങമാസ പുലരി എങ്ങനെയാണ് തണുപ്പെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ ബക്ലൻഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എൻ്റെ പുറകിലോട്ട് നോക്കിയാൽ കാണാം ബീച്ച്, അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം സ്കൈ ടവറും ഓക്ലൻഡും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ അതിഥി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഓമിൻ്റെ എല്ലാ മെമ്പേഴ്സിനും അറിയാവുന്ന കവിത ചേച്ചിയുടെയും രാജേട്ടൻ്റെയും വീട്ടിലാണ്. നമ്മളുടെ ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ന്യൂസിലൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള മെമ്പേഴ്സാണ്. ഇന്ന് നമുക്ക് അവരെന്ത് വിഭവമാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നതെന്ന് അറിയാം. അവരുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമസ്കാരം കവിത ചേച്ചി. നമസ്കാരം. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് എത്താനുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, ഒരു വിജനമായ വഴി, നമ്മുടെ ഹൈ റേഞ്ചിലേക്കൊക്കെ നാട്ടിൽ പോണ പോലത്തെ ഒരു വഴിയായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മളുടെ അടുത്ത ഓണം എത്തി, നമ്മളിങ്ങനെ ഓണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, തിരുവോണത്തിന്റെ സമയത്തേക്ക്. ചേച്ചിയുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ, ഓർമ്മകൾ, നാട്ടിൽ എവിടെ നിന്നാണ് ചേച്ചി? ഒന്ന് ജസ്റ്റ്, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ചേച്ചിയുടെ അടുത്ത് നിന്ന് കേൾക്കാൻ. അതെ 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 ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഗോവയിൽ, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും തൃപ്പൂണിത്തുറയിൽ, എറണാകുളം. രാജിന്റെ അച്ഛനും അമ്മയും കൊല്ലത്തുനിന്നും. പക്ഷെ അവരും രാജു ജനിച്ചു വളർന്നതും ഗോവയിൽ തന്നെ. ഓക്കെ, അപ്പൊ ഗോവ ബേസ്ഡ് ആണ് നിങ്ങൾ? ഗോവ ബേസ്ഡ് ആണ്. അപ്പോൾ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് ചോദിച്ച പോലെ ഇവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെയും മൈഗ്രൻസ് ആണ്, ഇവിടെയും മൈഗ്രൻസ്. ഗോവയിലായിരുന്നു ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്? നാട്ടിലേക്ക് വരാറുണ്ടോ? ഇല്ല, സ്കൂൾ സമയമല്ലേ, അപ്പോ ഗോവയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ ഇവിടെ ഉള്ള അതേ കൂട്ടുകെട്ട് പോലെ തന്നെയായിരുന്നു അവിടെയും. ഡാഡിയുടെയും മമ്മിയുടെയും ഫ്രണ്ട്സ്, അവരുടെ മക്കള്, നമ്മള് ഒരു 50-70 പേര് കാണും എല്ലാ ഓണത്തിനും വിഷുവിനും വീട്ടിലും. അത് കൊള്ളാം. അതുപോലെ എല്ലാവരും വന്നു കൂടി ഒരുമിച്ച് പാചകിച്ചൊക്കെ സദ്യ വിളമ്പുന്ന ഒരു. വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണോ അതെയോ ഇപ്പോഴത്തെ ആൾക്കാരുടെ മാതിരി ഓർഡർ ചെയ്ത്? കൂടുതലും ഓർഡർ ചെയ്യുന്ന പരിപാടിയേ ഇല്ല, എല്ലാം നമ്മൾ തന്നെ അബ്സല്യൂട്ട്ലി. അതിന്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. സത്യം, എല്ലാരും കൂടിയിരുന്ന് കഴിക്കാന്ന് പറയുന്നത്. അത് ഇവിടെ ചെയ്യാൻ കിട്ടുന്ന, ഞാൻ വിചാരിക്കും വലിയൊരു ഭാഗ്യം തന്നെ. സത്യമാണ് കേട്ടോ. ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പം എങ്ങനെയാവും നമ്മളുടെ ആഘോഷങ്ങള് മറന്നു പോവോന്നൊക്കെ. പക്ഷെ വളരെ നല്ലൊരു ഫ്രണ്ട് സർക്കിളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കൂടുതൽ ആഘോഷങ്ങൾ ഇവിടെയാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മള് ദൂരെ വരുമ്പോ എനിക്ക് തോന്നുന്നു, ഈ പ്രാവശ്യം ഗോവയിൽ പോയപ്പോഴും ഞാൻ അത് തന്നെ പറയായിരുന്നു, നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ കൾച്ചറിനോട് കുറച്ചും കൂടി അടുത്ത് നിൽക്കണമെന്നുള്ള ഒരു സത്യം. അപ്പൊ ചേച്ചിക്ക് അറിയായിരിക്കും ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ സ്പെഷ്യൽ സീക്രട്ട് റെസിപ്പി ഏതാണ്? നമുക്ക് വേണ്ടിയിട്ട് ഓണ റെസിപ്പി ഏതാണ് ഷെയർ ചെയ്യാൻ പോണത്? വാവ്, സീക്രട്ട് റെസിപ്പി ഒന്നുമല്ല, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. സാമ്പാറാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്, ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതെ അതെ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാർ പലരുടെ അടുത്തുനിന്ന് കേട്ട് മനസ്സിലാക്കി ഒരു ഫ്യൂഷൻ ആണ്. പലരുടെ സാമ്പാറിന്റെ മിക്സ് അതിനകത്ത് കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഡു ഇറ്റ്. ചേച്ചിയുടെ കിച്ചണില് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ് ഞാൻ. അയ്യോ അല്ല, വാർമസ്റ്റ് വെൽക്കം. ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം സാമ്പാറിന് നമ്മൾ വേവിക്കേണ്ട കഷ്ണങ്ങള് ഒന്ന് അറിയായിരിക്കും എല്ലാവർക്കും, ബട്ട് സ്റ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതെ, അപ്പോൾ ഒന്ന് നമ്മൾ ഈ പരിപ്പ്, സാമ്പാറിനിടുന്ന പരിപ്പ്, പലരുടെ വീട്ടിൽ പലതരം പരിപ്പാന്ന്. പിങ്ക് കളർ പരിപ്പ്, മസൂർ ദാൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതലും തൂർദാലാണ് യൂസ് ചെയ്യാറ്. അതെ അതെ അതെ, യെല്ലോ കളർ. കറക്റ്റ്. അതെ, ഞാൻ ഇത് സാമ്പാറിന് തുടക്കം എൻ്റെ അമ്മായിയമ്മയുടെ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അമ്മ എപ്പോഴും മസൂർ ദാല ഉപയോഗിക്കാറ്. സോ അത് ഞാനിവിടെ വന്നതിന് ശേഷം അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫീൽ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റതിലും കൂടുതൽ. അതെ 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 അതെ, ദാറ്റ്സ് ട്രൂ. പിന്നെ അമ്മ പറയാറുണ്ട് കളറും കുറച്ചും കൂടി ഡാർക്ക് കളർ വരണമെങ്കിൽ സാമ്പാറിന് ഈ പരിപ്പ് എന്നൊക്കെ ഒരു. അതെ. പിന്നെ വെജിറ്റബിൾസ് ചേച്ചി എന്തൊക്കെയാ യൂസ് ചെയ്യാറ്? വെജിറ്റബിൾസിൽ ബേസിക് ആണ് ഉപയോഗിക്കാറ്. നമ്മുടെ കിഴങ്ങ്, ഉള്ളി, ബീൻസ്, ക്യാരറ്റ്. പിന്നെ ഇതില് ചിലര് വെണ്ടയ്ക്ക വറുത്ത് ചേർക്കും. തക്കാളി ചേർക്കാറുണ്ടോ ചേച്ചി? തക്കാളി ചേർക്കാറുണ്ടായിരുന്നു, അത് മാറ്റി ഇപ്പൊ വാളംപുളിയാക്കി. സോ കുറച്ച് ഇപ്പൊ ഞാൻ കാണുന്നത് കൊടംപുളിയാണ്. അതെ,
സീക്രട്ട് എന്താണ്? വാളംപുളി മാറി ഇപ്പൊ കൊടംപുളിയായി. ആണോ? ഇത് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ കൊടംപുളി വെച്ച് നമ്മൾ കുക്ക് വലിയ വ്യത്യാസമില്ല. പക്ഷെ ഞാൻ കേട്ടേക്കണേ വാളംപുളി ഇസ് നോട്ട് ഗ്രേറ്റ്, നമ്മുടെ ഗട്ട് ലൈനിങ്ങിന് അത്രയും ഗ്രേറ്റ് അല്ലാന്ന് കേട്ടു. അങ്ങനെ കൊടംപുളി ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു, വലിയ വ്യത്യാസം ഒന്നും തോന്നിയില്ല. കഷ്ണങ്ങൾ കഴിഞ്ഞ് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ചേച്ചിയുടെ നമ്മുടെ മസാല ഡബ്ബയില് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ചേച്ചി ഇൻസ്റ്റന്റ് മസാലയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്, ശരിയാണോ? ഞാൻ ജനറലി സമയമില്ലെങ്കിൽ ഇൻസ്റ്റന്റ് മസാല ഉണ്ട് ആസ് എ ബാക്കപ്പ്. പക്ഷെ പറ്റുവാണെങ്കിൽ ഞാൻ ഫ്രഷ് മസാല ഉണ്ടാക്കിയാണ് ഉപയോഗിക്കാറ്. ചേച്ചി യൂസ് ചെയ്യാറ്? ഓക്കെ. അപ്പോൾ സാധാരണ പോലെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഏറ്റവും കുറവ് മഞ്ഞളും അതിനെക്കാട്ടും കുറച്ച് കൂടുതൽ മുളക് പൊടി, അതിനെക്കാട്ടും കൂടുതൽ മല്ലിപ്പൊടി എന്ന് നിൽക്കണം എന്നാ ഞാൻ പഠിച്ചേക്കണേ. പക്ഷെ അതിൻ്റെ ഒപ്പം ഞാൻ കരിവേപ്പിലയും കടുകും പൊട്ടക്കടല ഇട്ട് കടുക് വറക്കുമ്പോൾ അനത്തിയെടുക്കും. എന്നിട്ട് അതാണ് എല്ലാം വറുത്തരച്ച് പൊടിച്ചിട്ട് ചേർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേസിക് ഇൻഗ്രീഡിയൻസ് കടുക് വറക്കാനുള്ളത് അല്ലേ? അതെ. ഉണക്കമുളക്. പക്ഷെ ഞാനിവിടെ പ്രത്യേകമായിട്ട് കാണുന്നത് ഇഞ്ചി ചേച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ഇത് ഞാൻ വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കേട്ട ഒരു പരിപാടിയാണ്. കോമ്പിനേഷൻ ഓഫ് അതെ ഫ്യൂഷൻ. ഇത് എനിക്ക് തോന്നുന്നു കായം വറുത്ത് പൊടിച്ചു വെച്ചതാണെന്ന് തോന്നുന്നു. കട്ടക്കായം. അതെ, അതൊരു പ്രത്യേക ഒരു ഫ്ലേവറും സ്മെല്ലും തരും അല്ലേ? സത്യം. ഇവിടെ രാജിന് കായത്തിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ നമ്മുടെ ഫ്രഷ് ഒറിജിനൽ കായം പൊടിച്ചെടുക്കണതിന്റെ മണം വേറെ തന്നെ. അപ്പൊ നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ്. പരിപ്പ് ചേച്ചി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ കുക്കറിൽ, കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട്, സമയം ലാഭിക്കാനായി. അതെ. അപ്പൊ ഇനി ചേച്ചി പരിപ്പിലേക്കാണോ ബാക്കി കഷ്ണങ്ങളിട്ട് വേവിക്കുന്നത്? അതെ, എളുപ്പം വേവുന്ന കഷ്ണങ്ങളാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഇട്ടാലോ? എല്ലാം ചെയ്യാലോ. പൊട്ടാറ്റോ ഒരു ഉരുളക്കിഴങ്ങാണ് അല്ലേ എടുത്തിട്ടുള്ളത്? ഒരു ഉരുളക്കിഴങ്ങ് നിങ്ങൾ സ്നേഹത്തോടെ മുറിച്ച് തന്ന ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അത് കറുത്തു പോകുന്നുള്ളത്. അതെ, അറിയില്ലെങ്കിൽ വേഗം പഠിച്ചോളൂ. പിന്നുള്ള ക്യാരറ്റും ബീൻസും ഏകദേശം സെയിം ലെങ്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഉള്ളി ചേച്ചി സവോളയാണോ ചേർക്കാറ്? അതേ ചെറിയ ഉള്ളി മേടിക്കുമ്പോൾ ഷാലറ്റ് ചേർക്കാറുണ്ടോ? ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല, പക്ഷെ ഫ്രഷ് വല്ലപ്പോഴും കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ചേർക്കും. എനിക്ക് വേണം അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതെ അതെ. ഇത് മസാല ബോക്സ് സിന്ദാബാദ്. അതെ, എളുപ്പമുണ്ടല്ലേ? അതെ. അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടങ്ങ് കുറച്ച് നേരം വേവിക്കും. Maybe about 3 minutes. ചേച്ചി പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നോ? അത് ഇനി ഇപ്പൊ നമ്മൾ വേറെ ചേർക്കണുണ്ടോ? ഞാൻ ഉപ്പ് ലാസ്റ്റാ ചേർക്കാറ്. എല്ലാം കൂടി വെന്തൊന്ന് സെറ്റിൽ ആവുമ്പോ അപ്പൊ കുറച്ച് ഉപ്പും മതി. ഓക്കെ, ശരി. നമുക്ക് എന്നാ അതൊന്ന് അടച്ച് വെന്ത് കിട്ടണം അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ, ഭയങ്കര സൗകര്യമായിട്ടുള്ള ഒരു പോട്ടാണത് ഞാൻ നോക്കിയിട്ട്. 9 in 1 എല്ലാം ചെയ്ത് കിട്ടും. അതെ, ചിക്കൻ നമ്മൾക്ക് നോൺ വെജ് വെക്കണമെങ്കിലും ഒക്കെ അതിനകത്ത് കുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലേ? അതെ അതെ അതെ. പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്ക്. ഇപ്പൊ ഇതിന്റെ ആഡായി മാറും. പ്രഷർ കുക്ക് ചെയ്യണമെങ്കിൽ ശബ്ദവും ഇല്ല, ചീറ്റലും ഇല്ല. പക്ഷെ ആഡിന്റെ അല്ല, ഇത് വളരെ കൺവീനിയന്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ നോർമൽ പ്രഷർ കുക്കറിനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്നാ ഇതൊന്ന് വെന്ത് വരണ വരെ വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത കൂട്ടുകൾ ചേർക്കാൻ സമയമായോ? ആയി വരുന്നുണ്ട്. ഇതിൽ ഞാനിപ്പോ ചേർക്കാൻ പോകുന്നത് കൊടംപുളിയാണ്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ അത് വെള്ളമായിട്ടും ചേർക്കാം, കഷ്ണമായിട്ടും ചേർക്കാം. ഒരു 2 എണ്ണം, ഒരു ചെറിയ 2 ചോളപ്പുളിയാണ് അല്ലേ? മതി ധാരാളം. പിന്നെ പുളി ഇഷ്ടമുള്ളവര് കുറച്ചും കൂടി ഇടും, കൂടുതൽ ചേർക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് പുളി ഒട്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ട് അവര് തക്കാളി മാത്രം ചേർത്തിട്ട് ആ തക്കാളിയുടെ പുളിയിൽ മാത്രം സാമ്പാർ എടുക്കുന്നവരുണ്ട്. അതെ, ചിലർക്ക് ഒട്ടും പുളി പറ്റില്ല. ശരിയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സാമ്പാറും ഇഡ്ലി ദോശക്കൊക്കെ എടുക്കുമ്പോൾ അത്രയും പുളി വേണ്ടെന്നല്ലേ പറയുന്നത്. അതെ അതെ, എന്നോട് പറഞ്ഞിരുന്നു സാമ്പാർ പൊടി ചേച്ചി ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കാറ് ചെയ്യാറുന്ന്. ഇപ്പം മിക്സ് ചെയ്ത് വെച്ചതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പറയാമോ എന്തൊക്കെയാണ് സാമ്പാർ പൊടിയിലേക്ക് ചേർത്തേക്കണതെന്ന്? ഓക്കെ, അപ്പൊ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് പൊട്ടുകടല, നമ്മുടെ പൊടികള് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കൂടാതെ കടുക്,
കടുകും ചേർക്കും അല്ലേ? കടുകും ചേർക്കും, കായവും ചേർക്കും, കരിവേപ്പിലയും ചേർക്കും ഡ്രൈ റോസ്റ്റില്. എന്നിട്ട് പൊടിച്ചു വെക്കും. അപ്പൊ കരിവേപ്പിലയുടെ ഇൻസ്റ്റന്റ് മണവും എല്ലാത്തും. ഞാൻ കടുക് ചേർത്ത് അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല, ഒരു വെറൈറ്റി ആയിരിക്കും. അതെ, അപ്പൊ അതാണ് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഇപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ എല്ലാം നമ്മളൊരു കൈക്കണക്ക് അതെ വെച്ച് ചെയ്യുന്നോണ്ട് അതെ കളറും മണവും എല്ലാം നോക്കിയിട്ട് അങ്ങ് ചേർക്കുക. ഡയറക്റ്റ് ചേർക്കുവാണോ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കുവോ ചേച്ചി? ഞാൻ ഡയറക്റ്റ് ചേർക്കാറ് പരിപാടി. ആയോ? നമുക്ക് കിഴങ്ങൊന്ന് നോക്കാം. ഇപ്പോഴാണ് സാമ്പാറിന്റെ മണം വരുന്നല്ലേ? അതാ ഞാൻ പറഞ്ഞ മണം വരണുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് നേരം തിളയ്ക്കണോ? ഇത് കുറച്ചു നേരം തിളച്ചാൽ മതി. ഉരുളക്കിഴങ്ങിന്റെ ഒരു വേവും കൂടി ശരിയായ ഇറ്റ്സ് റെഡി. പിന്നെ നമുക്ക് കടുക് വറുക്കണയില് കിടക്കാം. ഓക്കെ, കടുക് വറുക്കാനായിട്ടൊന്ന് നമുക്ക് നമ്മള് അടുപ്പ് ഇവിടെ വെച്ചിട്ടില്ലാത്തോണ്ട് തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട് ഗ്യാസ് സ്റ്റൗ. നമുക്ക് കടുക് വറുത്തിട്ട് വരാം അല്ലേ? അതെ, അപ്പൊ കുറച്ച് നെയ്യ്, കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല. ഇത് 4-5 പേര് 2 നേരം കഴിക്കാനുള്ള. നെയ്ക്ക് കൊളസ്ട്രോളിന് നെയ്യ് കുഴപ്പമില്ലെന്നല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ തിളപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോ ഇറ്റ് മേ നോട്ട് ബി ആസ് ബെനിഫിഷ്യൽ. സ്റ്റിൽ കുഴപ്പമില്ല. അതില് ഞങ്ങൾ കുറച്ച് കടുകിടും. ജസ്റ്റ് വാം അപ്പ് എ ബിറ്റ്. കടുകുടു പൊട്ടാറായിട്ടുണ്ടാവും. എന്നെ അമ്മ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എണ്ണ ചൂടാവാണ്ട് കടുക് കൊണ്ടുവന്നിടും. എനിക്ക് ആ പേഷ്യൻസ് ഇല്ല. അപ്പൊ ഞാൻ ഓർക്കും അത് ചൂടായി പൊട്ടിക്കോളൂല്ലോ. അത് വേണ്ട, എണ്ണ ചൂടായിട്ട് വേണം കടുകിടാൻ എന്ന് പറയും. ഒരു തരി ജീരകമുള്ളൂ. ഓക്കെ, ഒരു പിഞ്ച്. നെക്സ്റ്റ് ഇഞ്ചി, ഉണക്ക മുളക്, കറിവേപ്പില ആൻഡ് കായം. ചിലര് ഇതില് സാമ്പാർ പൊടിയും ചേർക്കും കടുക് വറുക്കും. ഞാൻ ഉള്ളി ചേർക്കണം കണ്ടിട്ടുണ്ട്. ഷാലറ്റ് ചെറിയ ഉള്ളി ചേർത്തിട്ട് കടുക് വറുക്കണം. അതെ അതെ. ഇനി നമുക്ക് ഇതിനെ സാമ്പാറിലേക്ക് ഒഴിച്ചാലോ? ഓക്കെ. ഒരു ഷീന്നുള്ള സൗണ്ട് കേൾക്കണം. എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ എന്റെ അമ്മായിയച്ഛൻ രാജിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള സൗണ്ട് ഏതാ അറിയാം? ഈ സാമ്പാറിന് ഈ കുറച്ച് സാമ്പാർ എടുത്ത് ചട്ടിയിലിട്ടിട്ട് ഒരു കറക്കുന്ന അത് ഞാനും അമ്മ ചെയ്യും. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അത്. ഞാനത് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് മടിയാ. അതല്ലേ. ഇതിനിടയ്ക്ക് ചേച്ചി ഉപ്പ് ചേർത്തിരുന്നു. നമ്മളത് വിട്ടുപോയി പറയാനും. അതെ അതെ അതെ. കാണുന്ന ആൾക്കാർ ചോദിക്കില്ലേ ഉപ്പ് ചേർക്കാണ്ടാണോ സാമ്പാർ ഉണ്ടാക്കിയെന്ന്? ഇനി മെസ്സേജസ് വരും ഉടനെ അല്ലേ? അതെ, ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണ് ഉപ്പ് ചേർത്തിരുന്നു നമ്മൾ അല്ലേ? അതെ. സാമ്പാർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് സാമ്പാറിന്റെ ലുക്ക് ഉണ്ടല്ലേ? കഴിച്ചിട്ട് പറയാം. പാത്രമൊക്കെ മാറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റില് കളർ കോമ്പിനേഷനില് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറുള്ള ഒരു പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്കത് കടുക് വറുത്ത് ഇട്ടപ്പോ തൊട്ട് മണം എന്നതാണ്. ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തോളൂ. ഐ ആം നെർവസ്. അല്ല, മണം കൊണ്ട് ഞാൻ പറയാം ചേച്ചി. ബ്യൂട്ടിഫുൾ. എന്താ പറയണത്, നമുക്കിങ്ങനെ വായിൽ കപ്പലോടാൻ വെള്ളം വരണ പോലത്തെ. ഞാനൊരു സാമ്പാർ ഭ്രാന്തിയാണേ. ആണോ? എനിക്ക് എന്റെ അമ്മ പണ്ട് പറയാറുണ്ട്, നിനക്ക് സാമ്പാറിൽ ആരോ കൈവശം നിന്നിട്ടുണ്ടെന്ന്. ഞാൻ സാമ്പാർ കുടിക്കും. എന്നുവെച്ചാൽ ഇഡ്ഡലിക്കൊക്കെ നിറയെ കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് നക്കി തിന്നില്ലേ നമ്മള്, അങ്ങനെ. അപ്പൊ അതിന് പണ്ടത്തെക്കാളും കൂടുതൽ നെർവസ്നെസ് എനിക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ആണോ? ഇത്രയൊരു സാമ്പാർ കൊനോസുവർ ഇവിടെ വന്ന് സാമ്പാർ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല കുഴപ്പമില്ല, നല്ല മണമുണ്ട്. അപ്പം മണമുള്ള സാധനവും ഗുണം ഉണ്ടാവും. നല്ല നമ്മുടെ കേരള സാമ്പാർ, അതായത് ഒരു എരിവുള്ള ഒരു സാമ്പാറില്ലേ, കായത്തിൻ്റെ ടേസ്റ്റ്, നെയ്യിൻ്റെ ടേസ്റ്റ്, ആ ഒരു അരോമ. കൊടംപുളിയാണ് ചേർത്തേക്കണേന്ന് പറയുകയില്ല, വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം നമ്മൾ മീൻകറിക്കല്ലേ സാധാരണ കൊടംപുളി ചേർക്കാത്തൊരു സംഭവം. അതെ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ശോഭ പറഞ്ഞപ്പോ ഒരു സമാധാനം. എൻ്റെ തീറ്റ കണ്ട ആൾക്കാർ വിചാരിക്കും നമ്മളൊന്നും കാണാണ്ട് കിടക്കണ കൂട്ടത്തിലായിരിക്കും. പക്ഷെ അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞങ്ങൾക്ക് ചേച്ചിയുടെ ഒരു കോമ്പിനേഷൻ സാമ്പാർ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നതിന്. എൻ്റെ ഭാഗ്യം, എനിക്കിത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. സത്യം, ഒരുപാട് ആൾക്കാർക്ക് ഒരു
ഇതായിരിക്കും, ഒരറിവായിരിക്കും. അതായത് കുടംപുളി ചേർത്ത് സാമ്പാർ ഉണ്ടാക്കാം, നെയ്യ് ചേർത്ത് കടുക് വറക്കാം. അതെ അതെ. അപ്പം നല്ലൊരു ഓണം ആശംസിക്കുന്നു ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവർക്കും. സെയിം. ഇവിടെ വന്ന എല്ലാവരോടും ഹാപ്പി ഓണം. ഇത് കേട്ട് കണ്ട് ആസ്വദിക്കുന്ന എല്ലാ ഡിഷസ് ആസ്വദിക്കുന്ന ഓഡിയൻസിനും ഹാപ്പി ഓണം.